അസ്സലാമലൈക്കും. ഞാൻ സൽന. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കരിയില കമ്പോസ്റ്റ് എങ്ങനെയാണ് എളുപ്പത്തിൽ തയ്യാറാക്കുന്നത് എന്നതിനെ കുറിച്ചിട്ടുള്ളതാണ്. കരിയില എല്ലാവർക്കും ഭയങ്കര തലവേദനയായിരിക്കില്ലേ? വീട്ടിൽ വളപ്പിലുള്ള പുല്ലുകളും കരിയിലയും നമുക്ക് എപ്പോഴും ഒരു തലവേദനയായിരിക്കും. അത് അവിടെയൊക്കെ കൂട്ടിയിടാൻ നമുക്ക് പേടിയാണ്, ജന്തുക്കളൊക്കെ പേടിച്ചിട്ട്. അപ്പം നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ കമ്പോസ്റ്റൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൃഷികൾക്കും അതുപോലെ തന്നെ പൂച്ചെടികൾക്കായാലും എല്ലാ തരം ചെടികൾക്കും നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പം നമുക്ക് എങ്ങനെയാണ് ഇത് എളുപ്പത്തിൽ തയ്യാറാക്കുന്നതെന്നുള്ളത് നോക്കാം. ആദ്യം നമുക്ക് കുറച്ച് കരിയില എടുത്തിട്ട് ഒരു നേരിയ തുണി വിരിച്ചിട്ട് അതിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് ഉണക്കിയെടുക്കണം. അപ്പോൾ എൻ്റെ അടുത്തുള്ള കരിയില കുറച്ച് നല്ല ഉണക്കം വെച്ചിട്ടുള്ളതാണ്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. കഴിഞ്ഞ് അതിനെ കിഴി പോലെ കെട്ടിയെടുത്തിട്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ കൈകൊണ്ട് നന്നായിട്ട് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ അളവിൽ കരിയില കമ്പോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഇതിപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു ബേസിൻ മുഴുവനായിട്ട് കരിയില എടുത്തിരുന്നത്. ഇപ്പം നമ്മൾ പൊടിച്ച് കഴിയുമ്പോൾ ഇത് പകുതി മാത്രമേ ഉള്ളൂ. ഇനി ഇതിലേക്ക് ഞാനിപ്പം തേക്കിൻ്റെ ഇല അതുപോലെ തന്നെ പ്ലാവിൻ്റെ ഇലയൊക്കെയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് കുറച്ച് വാഴയിലയും അതുപോലെ തന്നെ അതിൻ്റെ തന്നെ പഴുത്ത വാഴയിലയും ഒക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. അങ്ങനെ ചേർക്കുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് അതിൻ്റെ പോഷകങ്ങൾ ഇതിലേക്ക് ലഭിക്കുകയും ചെയ്യും. തേക്കിൻ്റെ ഇല നമ്മൾ പഴുത്ത ഇലയൊന്നും ഉപയോഗിക്കരുത്, നന്നായി ഉണങ്ങിയത് മാത്രം ഉപയോഗിക്കുക. അത് ഇത്തിരി ചൂടുള്ളൊരു ഇലയാണ്. മറ്റുള്ള നമുക്ക് പ്ലാവിൻ്റെ ഇലയൊക്കെ പഴുത്തത് കൂടി ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ ഏത് തരം മാവിൻ്റെ ഇലയൊക്കെ നമുക്ക് അതും കൂടെ നമുക്ക് ഈ ഒരു കമ്പോസ്റ്റിലേക്ക് ചേർക്കാം. അങ്ങനെ ആകുമ്പോൾ കൂടുതൽ അതിൻ്റെ ഗുണം കൂടി കിട്ടും. ഞാനിപ്പോൾ ഒരു ചാക്ക് എടുത്തിട്ടുണ്ട്. ഇത്തിരി കട്ടി കൂടിയ ചാക്കാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ആദ്യം നമ്മൾ മണ്ണിട്ട് കൊടുത്തു, അതിനുശേഷം നമ്മൾ കരിയില ഇട്ട് കൊടുത്തു. നന്ന കരിയിലാണെങ്കിൽ നമുക്ക് ഇതുപോലെ ഡയറക്റ്റായിട്ട് തന്നെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അതൊന്നും ഒതുങ്ങിക്കിട്ടുള്ളൂ. ഇത് നന്നായിട്ട് ഉണങ്ങിയത് കൊണ്ട് ഞാനിങ്ങനെ പൊടിച്ചെടുത്തിട്ട് ചേർക്കുന്നതാണ്. അപ്പോൾ നമുക്ക് കൂടുതൽ അളവിൽ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഇതിലേക്ക് ഞാൻ ചേർത്തിട്ടുള്ളത് കഞ്ഞിവെള്ളം, അരി കഴുകിയ വെള്ളം, അതുപോലെ തന്നെ നമ്മൾ ദോശയൊക്കെ അരച്ചിട്ട് ആ മിക്സി കഴുകിയെടുത്തിട്ടുള്ള ആ ഒരു വെള്ളമൊക്കെയാണ് നമ്മൾ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത്. ഇത് സൂക്ഷ്മജീവികളുടെ സാന്നിധ്യം വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കും. പിന്നെ ഇതിലേക്ക് നമ്മൾ പച്ചക്കറി വേസ്റ്റാണ് ഉപയോഗിക്കുന്നത്. ഇതിലേക്ക് ഇളം പുല്ലുകളാണ് ചേർക്കുന്നത്. നമ്മൾ പശുക്കൾക്കൊക്കെ തിന്നാൻ കൊടുക്കുന്ന ആ രീതിയിലുള്ള ഇളയ പുല്ലുകളിലാണ് കൂടുതലായിട്ടും നൈട്രജൻ്റെ സാന്നിധ്യമുള്ളത്. കരിയില ഒരു കാർബൺ സംയുക്തമാണ്. അപ്പോൾ നമ്മളിതിലേക്ക് നൈട്രജൻ കൂടുമ്പോഴാണ് ഇതിലേക്ക് സൂക്ഷ്മജീവികളുടെ സാന്നിധ്യം വർദ്ധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഷീമക്കൊന്നയുടെ ഇല, ഇതൊക്കെ ധാരാളമായി നൈട്രജൻ അടങ്ങിയിട്ടുള്ള ഇലകളാണ്. അതുപോലെ തന്നെ പച്ചക്കറി വേസ്റ്റിലും NPK മൂലങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള അപ്പോൾ ഇതൊക്കെ നമുക്ക് ഈ ഒരു കരിയിൽ പെട്ടെന്ന് വിഘടിപ്പിച്ചെടുക്കാനായിട്ട് സഹായിക്കും. അതൊന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് പച്ചക്കറി വേസ്റ്റ് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് മുട്ടത്തോട് പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് പൊടിയായിട്ട് തന്നെ ചേർത്താനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ, എന്നാലും പെട്ടെന്ന് കമ്പോസ്റ്റായിട്ട് കിട്ടുകയുള്ളൂ. ഇതൊന്നും നിർബന്ധമില്ല, നമുക്ക് കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ. സാധാരണയായിട്ട് പച്ച ചാണകമാണ് ഈ കരിയില കമ്പോസ്റ്റ് ഉണ്ടാക്കാനായിട്ടൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് അതില്ലാത്തതുകൊണ്ടാണ് ഞാൻ കഞ്ഞിവെള്ളം അതുപോലെ തന്നെ ഇതുപോലത്തെ വേസ്റ്റുകളൊക്കെ ഉപയോഗിക്കുന്നത്. ഇതിലേക്ക് ഞാൻ കുറച്ച് യൂറിയയാണ് ചേർത്ത് കൊടുക്കുന്നത്. യൂറിയയും അതിൽ 46% നൈട്രജനാണ് അടങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് 48 മണിക്കൂറിനുള്ളിൽ തന്നെ ഇത് സൂക്ഷ്മജീവികളുടെ സാന്നിധ്യം ഇതിലേക്ക് ഉണ്ടാവും. പിന്നെ കുറച്ച് വൈക്കോലൊക്കെ ചേർക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു കമ്പോസ്റ്റ് ചാണകത്തിനേക്കാൾ 10 ഇരട്ടി ഗുണമുള്ള നല്ലൊരു കമ്പോസ്റ്റാണ്. ഇതിപ്പോൾ നമ്മൾ മുട്ടയൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന വൈക്കോലില്ലേ, ആ ഒരു വൈക്കോലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. സാധാരണ നമ്മൾ ചെടികൾക്ക് ചാണകമൊക്കെ ഉപയോഗിക്കില്ലേ, പക്ഷേങ്കിൽ ചാണകത്തിനെക്കാട്ടി ഗുണം കൂടുതലായിരിക്കും ഇതുപോലെ കമ്പോസ്റ്റായിട്ട് നമ്മൾ ഉപയോഗിക്കുമ്പോൾ. ഇതിലേക്ക് കുറച്ച് വേപ്പ് പിണ്ണാക്കുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേക്കിൻ്റെ ഇല അതുപോലെ തന്നെ ഈ ഒരു വൈക്കോലൊക്കെ നനയുമ്പോൾ ഫംഗസ് വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് കുറച്ച് വേപ്പും പിണ്ണാക്കുകൂടി ചേർക്കുന്നുണ്ട്. ഇതൊന്നും നിർബന്ധമില്ല, ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇതൊക്കെ പൈസ കൊടുത്ത് മേടിക്കണം എന്ന് വിചാരിച്ചിട്ട് ആരും അങ്ങനെ ഉണ്ടാക്കാതെ ഇരിക്കണ്ട കേട്ടോ. കുറച്ചും കൂടി ഒന്ന് നനച്ച് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഓരോ ലെയറിലും നമ്മൾ നനച്ച് കൊടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നനവ് എല്ലായിടത്തും എത്താനായിട്ടൊക്കെ സഹായിക്കും. പിന്നെ കുറച്ച് ശീമക്കൊന്നയുടെ ഇല കൂടി ചേർക്കുന്നുണ്ട്. ഇത് നല്ല രീതിയിൽ നൈട്രജൻ അടങ്ങിയിട്ടുള്ളതാണ്. പിന്നെ നമ്മൾ വീണ്ടും കരിയിലൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കമ്പോസ്റ്റിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണയായിട്ട് ചെടികൾക്ക് ചാണകമൊക്കെ ഉപയോഗിക്കുമല്ലോ. അപ്പോൾ ചാണകം എന്ന് പറയുന്നത് പശുക്കൾ ഇത് പുല്ലൊക്കെ ഭക്ഷിച്ച് അതിൻ്റെ ഒരു വിസർജ്യമാണ് നമുക്ക് ചാണകമായിട്ട് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഇതുപോലെ പശുക്കൾക്ക് കൊടുക്കുന്ന സാധനങ്ങളൊക്കെ നമ്മൾ ഇതുപോലെ കമ്പോസ്റ്റായിട്ട് ചെയ്യുമ്പോൾ നമുക്കിതിൻ്റെ 10 ഇരട്ടി ഗുണമാണ് നമുക്ക് കിട്ടുന്നത്. നമ്മൾ നേരിട്ടിട്ട് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റേതായിട്ടുള്ള ഗുണം കൂടുതലായിട്ട് കിട്ടും കേട്ടോ. നമുക്ക് വളമൊന്നും പൈസ കൊടുത്ത് മേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ കുറച്ച് വേപ്പും മണ്ണാക്ക് പിന്നെ കുറച്ച് പച്ചക്കറിയുടെ വേസ്റ്റൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ വീണ്ടും പുല്ലുകളൊക്കെ നിറച്ച് നമുക്ക് ഏത് തരം പുല്ലുകളും ഉപയോഗിക്കാം. ഇളയ പുല്ലുകളിലാണ് കൂടുതലായിട്ട് നൈട്രജൻ അടങ്ങിയിട്ടുള്ളത്. അപ്പോഴാണ് പെട്ടെന്ന് ഈ ഒരു പ്രക്രിയ നടക്കുന്നത്, കമ്പോസ്റ്റിംഗ് പ്രക്രിയ നടക്കുന്നത്. ഇനി അതുപോലെ തന്നെ വൈക്കോല്, പച്ചക്കറി വേസ്റ്റ് ഇതൊക്കെ ഇങ്ങനെ ലെയറായിട്ട് നമുക്ക്
ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഒട്ടും ചിലവില്ലാതെ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് വളങ്ങളുടെ വീഡിയോ ഒക്കെ നമ്മൾ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഇതിലേക്ക് കുറച്ച് യൂറിയ കൂടി ചേർക്കുന്നുണ്ട്. യൂറിയ എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് മാത്രം ചേർത്തതാണ്, ചേർക്കണമെന്ന് ഒട്ടും നിർബന്ധമില്ല കേട്ടോ. പിന്നെ ജൈവികമായിട്ട് ചെയ്യണം എന്നുള്ളവർക്ക് യൂറിയ ഒഴിവാക്കുന്നതാണ്. പിന്നെ കുറച്ച് മുട്ടത്തോടു കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലൊക്കെ ധാരാളമായിട്ട് കാൽസ്യം അതുപോലെ തന്നെ ഫോസ്ഫറസ് ഘടകങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തയ്യാറാക്കുമ്പോൾ NPK ആയിട്ടുള്ള എല്ലാ ഘടകങ്ങളും ഇതിൽ ഈ ഒരു കമ്പോസ്റ്റിന് അതിൻ്റെ ഗുണങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ ഇതിലേക്ക് കുറച്ച് കഞ്ഞിവെള്ളം ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് മണ്ണ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. മണ്ണ് കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കെട്ടിക്കൊടുക്കണം. ഇത് കുറച്ച് നനച്ചിട്ട് നമുക്കിതൊന്ന് കെട്ടിക്കൊടുക്കാം. യൂറിയ ഉപയോഗിക്കുന്നതുകൊണ്ട് നമ്മൾ കട്ടി കുറഞ്ഞ ചാക്ക് ഉപയോഗിക്കരുത്. അപ്പം ചാക്ക് പെട്ടെന്ന് ഇതിൻ്റെ ചൂട് കൊണ്ട് ചാക്ക് പെട്ടെന്ന് പൊടിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ നമുക്ക് 3-4 ദിവസത്തേക്ക് ഇതിലേക്ക് കൂടുതലായിട്ട് വേസ്റ്റുകൾ തന്നെയും ചേർത്തുകൊണ്ടിരിക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇത് വീഡിയോ ചെയ്യുന്നതുകൊണ്ട് ഇപ്പോൾ തന്നെ ഇത് അവസാനിപ്പിക്കുകയാണ്. മണ്ണ് കൂടി ചേർത്തിട്ട് ഇതൊന്ന് സ്റ്റോപ്പ് ആക്കുകയാണ് കേട്ടോ. ഇനി ഇത് നന്നായിട്ട് ടൈറ്റായിട്ട് തന്നെ കെട്ടിക്കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. എന്തെങ്കിലും ഏജന്റുകളൊക്കെ കയറാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ എന്തൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ജീവൻ്റെ വില മറ്റൊന്നിനും ഇല്ല എന്നുള്ളത് നമ്മളെപ്പോഴും ഓർമ്മിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി ഇതിലേക്ക് കുറച്ച് ഹോൾസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് എയർ സർക്കുലേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഹോൾസ് ഇട്ട് കൊടുക്കുന്നത്. ഇതിനെ മഴയും വെയിലും കൊള്ളാത്ത വിധത്തിൽ തണലുള്ള ഒരു സ്ഥലത്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമുക്കിത് പ്ലാസ്റ്റിക് ബക്കറ്റിലൊക്കെ ചെയ്യാം. പെയിൻറ്റിൻ്റെ ബക്കറ്റിലൊക്കെ ചെയ്യുകയാണെങ്കിൽ നിറച്ചും ഹോൾസ് ഇട്ട് കൊടുത്ത ശേഷം മാത്രം അടിയിലും അതുപോലെ തന്നെ സൈഡിലൊക്കെ നന്നായിട്ട് ഹോൾസ് ഇട്ട് കൊടുത്ത ശേഷം മാത്രം ചെയ്യുക. എന്നാൽ മാത്രമേ ഇത് പെട്ടെന്ന് കമ്പോസ്റ്റിങ് നടക്കുകയുള്ളൂ. അതുപോലെ തന്നെ 1-2 കഴിയുമ്പം ഇതൊന്ന് തുറന്ന് നോക്കിയിട്ട് നനവ് ചെക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാക്ക് തിരിച്ചിട്ട് തലകീഴായിട്ടൊക്കെ വെച്ച് കൊടുക്കണം. അങ്ങനെ എല്ലാ ഭാഗവും തിരിച്ചു മറിച്ചൊക്കെ വെച്ച് കൊടുക്കണം. നമുക്ക് ഇതിൻ്റെ ചാക്കിൻ്റെ മേൽഭാഗം മൂടത്തക്ക വിധത്തിൽ ചെറുതായിട്ടൊന്ന് മൂടി വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഹ്യൂമിഡിറ്റി നിലനിർത്താനും അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ കമ്പോസ്റ്റിംഗ് നടക്കാനും ഇത് സഹായിക്കും. ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതിലുള്ള ഈർപ്പം പെട്ടെന്ന് ബാഷ്പീകരിച്ച് പോവില്ല. ഈ ഒരു കമ്പോസ്റ്റ് കണ്ടില്ലേ, നല്ല ഇളക്കമുള്ള കമ്പോസ്റ്റാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നല്ല നനവുണ്ടായിട്ട് കൂടി നല്ല വിട്ട് നിൽക്കുന്ന രീതിയിലുള്ള നല്ലൊരു അടിപൊളി കമ്പോസ്റ്റാണ് നമുക്കിത് കിട്ടിയിട്ടുള്ളത്. 45 ദിവസത്തിനുള്ളിലാണ് എനിക്കിത് തയ്യാറായി കിട്ടിയിട്ടുള്ളത്. ഈ കമ്പോസ്റ്റിൽ നമ്മൾ യൂറിയ അതുപോലെ തന്നെ വേപ്പിൻ പിണ്ണാക്കൊന്നും നമ്മൾ യൂസ് ചെയ്തിട്ടില്ല. വെറും പുല്ലും പച്ചക്കറി വേസ്റ്റും കരിയിലും കഞ്ഞിവെള്ളം മാത്രം ഉപയോഗിച്ചിട്ട് ചെയ്തിട്ടുള്ളതാണ് ഈ ഒരു കമ്പോസ്റ്റ്. കമ്പോസ്റ്റിംഗ് ടൈം കാലാവസ്ഥയ്ക്ക് അനുസരിച്ചിട്ട് വ്യത്യാസപ്പെട്ടിരിക്കും. അധികം മഴ കൊണ്ട് കഴിഞ്ഞാൽ ഇതിലുള്ള ഗുണങ്ങളൊക്കെ നമുക്ക് നഷ്ടപ്പെടും. ഈ ഒരു പച്ചക്കറി വേസ്റ്റിൻ്റെ ഇതൊക്കെ സ്ലറിയൊക്കെ നഷ്ടപ്പെടാനുള്ള സാധ്യത. ധാരാളമായിട്ട് പുല്ലൊക്കെ ചേർത്തത് കൊണ്ടാണ് ഇതുപോലെ നല്ല വിട്ട് രീതിയിൽ ചകിരിച്ചോറൊക്കെ പോലുള്ള കമ്പോസ്റ്റ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഈ കമ്പോസ്റ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് പൂച്ചെടികൾക്കും അതുപോലെ തന്നെ പച്ചക്കറികൾക്കൊക്കെ നല്ല രീതിയിലുള്ള വളർച്ച ഉണ്ടാവും. അതുപോലെ തന്നെ ഈ ഒരു കമ്പോസ്റ്റിൻ്റെ കൂടെ ഇതിരി മണലൊക്കെ ചേർത്തിട്ട് മണലും അതുപോലെ തന്നെ സാഫ് ഫംഗിസൈഡൊക്കെ ചേർത്തിട്ട് അഗ്ലോണിമ അതുപോലെ തന്നെ മറ്റുള്ള ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ നടുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള ഗ്രോത്ത് ഉണ്ടാവും. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക്